എല്ലാവർക്കും സ്നേഹവന്ദനം. ഞാനിവിടെ ചെയ്യുന്നത് മനുഷ്യൻ ഇത്രമാത്രം അധപ്പതിച്ചു പോയ ഒരു സംഭവത്തെ ഞാൻ ചൂണ്ടിക്കാണിക്കാനാണ് ഇവിടെ ചെയ്യുന്നത്. ഞാൻ വീഡിയോ നിങ്ങൾ കാണണം. അതിൽ ഒരു ക്ലിപ്പ് ഞാൻ കാണിക്കാം വീഡിയോയിൽ. ശ്രദ്ധിക്കണമേ, ഒരു മനുഷ്യന് മോശപ്രാപ്തി ലഭിക്കുവാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ചെയ്യുന്ന എത്ര ധീനവും അപകടകരവുമായൊരു വിഷയം നോക്കി, സംഭവം നോക്കി. തമിഴ്നാട്ടിലെ അരുണാചൽ നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് മോശപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലം, മോശം ലഭിക്കും, ഈ പാറയിടുക്കിൽ കൂടെ കയറി ചെന്നാൽ മോശം ലഭിക്കുമെന്ന് വിശ്വാസത്തോടെ ചെയ്യുന്ന പ്രവണതയാണത്. എത്ര അപകടം നിറഞ്ഞൊരു സംഭവമാണെന്ന് നോക്കി നിങ്ങൾ. മനുഷ്യത്ര അധപ്പതിച്ചു പോയോ? മനുഷ്യത്ര അന്ധവിശ്വാസങ്ങൾക്ക് കുടുങ്ങിപ്പെടുന്നതിന് ഒരു ഉദാഹരണം കൂടെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഏറ്റവും നീചവും പൈശാചികത്വവും അറപ്പും വെറുപ്പും ഉളവാക്കുന്ന സംഭവമാണ്. നിങ്ങൾ വീഡിയോ കണ്ടായിരുന്നു. ആ സ്ത്രീ ആ പാറയുടെ ഇടുക്കിൽ പോയിട്ട് ഞെരി വരികയാണ്. ഒരുപക്ഷെ അവർക്ക് ഞെരി വരാതിരുന്നിരുന്നെങ്കിലോ ആ പാറ ഇടുക്കിൽ പോയിട്ട് മോക്ഷം ലഭിക്കുമെന്ന് പഠിപ്പിക്കുന്ന ഈ മുൻമുനിമാർ ചെയ്യുന്ന മണ്ടത്തരമല്ലേ. എവിടെയെങ്കിലും പാറ ഇടുക്കിൽ പോയാൽ മോക്ഷം ലഭിക്കുമെന്ന് അവർക്ക് വിശ്വാസമുണ്ടായി ലഭിച്ചിരുന്നെങ്കിൽ ലോകത്തിലെല്ലാ പാപപരിഹാരത്തിനും ഈ പാറയിടുക്കിൽ കൂടെ കഴിച്ചെങ്കിൽ മാത്രം പോരെ. അത് അവിശ്വാസമാണ്. അതിനകത്തൊരു യാതൊരു പ്രവണതയുമില്ല. ശ്രദ്ധിക്കാൻ, സ്ത്രീ ആദ്യം വന്ന് വരുന്നുണ്ട്, പിന്നെ അകത്തോട്ട് പോകുന്നുണ്ട്, പിന്നെ ആൾക്ക് വലിച്ചെടുക്കുന്നുണ്ട്. പാപമോക്ഷം ലഭിച്ച സ്ത്രീയെ വലിച്ചെടുക്കുകയാണ്. പാപമോക്ഷം ലഭിച്ച സ്ത്രീക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല. അത്രമാത്രം അപകടമാണ്. എനിക്ക് താല്പര്യം കൂടാതെ ഞെരിഞ്ഞിരുന്നെങ്കിൽ ആ സഹോദരി അറ്റാക്ക് വന്ന് മരിച്ചുപോയാണ്. ശ്വാസം തടസ്സമുണ്ടായി ആ സഹോദരി മരിച്ചുപോയാണ്. അത്ര നീചമായ, കുലീനമായ, അല്ലെങ്കിൽ അന്ധവിശ്വാസം നിറഞ്ഞ ഈ പ്രവണതയിൽ നിന്നൊക്കെയ മനുഷ്യൻ പുറത്തു വരുന്നത്. ഇരുട്ടിൻ്റെ ഈ അധികാരത്തിൽ നിന്ന മനുഷ്യൻ തിരിച്ചറിവുണ്ടാകുന്നത് ഒന്നുമില്ല. എത്ര വിദ്യാഭ്യാസമുണ്ടെങ്കിലും, എത്ര തന്നെ പാണ്ഡിത്യമുണ്ടെങ്കിലും, പഠിത്തമുണ്ടെങ്കിലും മനുഷ്യൻ പഠിച്ചത് ചെയ്തുകൊണ്ടിരിക്കത്തുള്ളൂ. അത് തെറ്റാണ്. ഒരിക്കൽ പോലും അങ്ങനെ പാറയിടുക്കിൽ കൂടെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് മോശപ്രാപ്തി ഒന്നും ലഭിക്കില്ല. ഇനി എന്നെ മലയാള ഭാഷയാണ്, തമിഴ്നാട്ടിലാണ് ആ സംഭവം ഉണ്ടായത്. മലയാളം അറിയുന്ന ആരെങ്കിലും തർജ്ജമ ചെയ്യാൻ പറ്റി പറഞ്ഞെടുക്കുക. മോശപ്രാപ്തി ലഭിക്കുവാൻ പാറയിടുക്കിൽ പോയിട്ടൊന്നും വരെ കാര്യങ്ങളൊന്നുമില്ല. മോശപ്രാപ്തി ലഭിക്കുവാൻ നീതിക്ക് നിരപ്പെടുത്തിരുന്നുകൊണ്ട് യേശുവിൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമെന്ന് ഒന്ന് പറയുമെങ്കിൽ യേശുപ്പൻ നിൻ്റെ പാപങ്ങളെ ക്ഷമിക്കും. അവനാണ് കാൽവരിയിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത്. അതുകൊണ്ട് ആ വിശ്വാസത്തിൽ നിങ്ങൾ വരാം. നിങ്ങളുടെ അന്ധവിശ്വാസങ്ങളൊക്കെ മാറ്റി, ഇതൊക്കെ നിങ്ങളെ മണ്ടന്മാരാക്കുന്നതാണ്. നിങ്ങളെ പിടിച്ചു നിർത്തി നിങ്ങളെ ക്യാഷ് വാങ്ങുവാനും നിങ്ങളുടെ മതത്തിൽ അവരുടെ മതത്തിൽ ചേർക്കുവാനും ആൾ കൂട്ടുവാനും അവർ ചെയ്യുന്ന പ്രവണതയാണ്. അല്ലാതെ അതിൽ യാതൊരു ഗുണവുമില്ല, ഒരു ഫലവുമില്ല. ദൈവം ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ നിങ്ങൾ നിർത്തുക. യേശുവിൽ കൂടെ നിങ്ങൾക്ക് രക്ഷ ഉണ്ടാകും. ഓക്കെയാണ്.